വെൽക്കം ബാക്ക് ടു മൈ തോട്ട്സ് മൈ ലൈഫ്. നിനക്കൊന്ന് നന്നായി കൂടി. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്. എന്ത് ചെയ്താലും കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും ആലോചിക്കണം. നല്ലത് മാത്രമേ തിരഞ്ഞെടുക്കാവൂ. തീരുമാനം എപ്പോഴും നമുക്കും മറ്റുള്ളവർക്കും ഒരുപോലെ ഗുണമാവണം. ഇത് നമ്മൾ സ്ഥിരം കേൾക്കാറുള്ള വാചകങ്ങളാണ് അല്ലേ? എന്തിന്റെ രൂപത്തിലാണ് ഈ വാചകങ്ങൾ നമ്മിലേക്ക് വരുന്നത്? തീർച്ചയായും ഉപദേശത്തിന്റെ രൂപത്തിലാണ്. കൊടുക്കാൻ ഏറെ എളുപ്പവും സ്വീകരിക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് ഉപദേശം എന്ന് കേട്ടിട്ടുണ്ട്. സത്യമാണ്. ഉപദേശിക്കുന്നവർക്ക് ഉപദേശിക്കാം, അത് സ്വീകരിക്കുന്നവർക്കാണ് അത് എങ്ങനെ എടുക്കണം എന്നുള്ളത്, നല്ലതാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിയാനുള്ള വിവേകം അവർക്കുണ്ടായിരിക്കണം. ശരിക്കും പറഞ്ഞാൽ ഉപദേശം നല്ലതാണ്. നല്ല ഉപദേശങ്ങൾ എന്ന് പറയുന്നത് വിലമതിക്കാനാവാത്ത സമ്മാനങ്ങൾക്ക് തുല്യമാണ്. അങ്ങനെ ലഭിക്കുന്ന ഉപദേശങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതത്തെ തന്നെ ഒന്ന് മാറ്റിമറിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഉപദേശങ്ങൾ 2 രീതിയിലാവാം. ഒന്ന് നമ്മളെ വഴിതെറ്റിക്കുന്നതാവാം, ഒന്ന് നമ്മുടെ വഴി നേരെ മാർഗം നമുക്ക് കാണിച്ചു തരുന്നതാവാം. ഒരാൾ നമ്മളെ ഉപദേശിക്കുമ്പോൾ ആ ഉപദേശിക്കുന്ന ആളുടെ ആത്മാർത്ഥത നമ്മളോട് എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിവേകം നമുക്കുണ്ടാവണം. ഇല്ലെന്നുണ്ടെങ്കിൽ വഴിതെറ്റുന്ന രീതിയിൽ നമ്മൾ പോകും. ഉപദേശകൻ എപ്പോഴും നമ്മുടെ സുഹൃത്തോ അല്ലെങ്കിൽ നമ്മുടെ നന്മയോ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്ന് നമുക്ക് ബോധ്യമാവണം. ജീവിതത്തിൽ പല സ്ഥലങ്ങളിലും പലയിടങ്ങളിൽ നിന്നും പല ആളുകളിൽ നിന്നും നമ്മൾ ഉപദേശം കേൾക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഉപദേശം കേൾക്കുന്നത് കുട്ടികളാണ്. അതുപോലെ തന്നെ നമ്മളാണിപ്പോൾ ഒരാളെ ഉപദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അയാളുടെ വിഷമിക്കുന്ന ആളുടെ പ്രശ്നം എന്താണ് അല്ലെങ്കിൽ വിഷമം എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. അറ്റവും മൂലവും അറിഞ്ഞിട്ട് നമ്മൾ ഉപദേശിക്കാൻ ചെന്നാൽ അതും പ്രശ്നത്തിലാവും. ഈ ഉപദേശത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു പഴഞ്ചൊല്ലാണ് ഓർമ്മ വരുന്നത്. അതായത്, മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. ശരിയാണ്. മുതിർന്ന ആളുകളുടെ അനുഭവജ്ഞാനമാണ് അവരെ നമ്മുടെ ഉപദേശകരാക്കി മാറ്റുന്നത്. നെല്ലിക്ക നമ്മൾ കടിക്കുമ്പോൾ കഴിക്കും, പിന്നീടാണ് അത് മധുരിക്കുന്നത്. അതുപോലെ തന്നെയാണ് മൂത്തവരുടെ ഉപദേശവും. ആദ്യം നമുക്ക് ഇഷ്ടപ്പെടില്ല, നമ്മളത് നിരസിച്ച് കളയും. അപ്പൊ ആ നിരസിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന അനുഭവമാണ് നമ്മളെ അറിയിക്കുന്നത് ആദ്യം അവർ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു എന്നുള്ളത്. ചില ബന്ധങ്ങൾ തകരുന്നതും ഈ ഉപദേശത്തിലൂടെയാണ്. അതായത് ചില ആളുകളുണ്ട് ഉപദേശിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് പോയി ഉപദേശിക്കാതിരിക്കുന്നതാണ് നല്ലത്. 2 തരത്തിലുള്ള ആളുകളാണുള്ളത്. ഒന്ന്, സമൂഹത്തിൽ ഉള്ള മറ്റുള്ളവരെ മാനിക്കാനും അവരെ പരിഗണിക്കാനും താല്പര്യമുള്ളവർ. രണ്ടാമത്തേതോ മറ്റുള്ള ആളുകളെ ഒന്നും പരിഗണിക്കാതെ അവരുടെ വാക്കുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ തന്നിഷ്ടം കാണിച്ച് ജീവിക്കുന്നവർ. അപ്പൊ ഈ ആദ്യം പറഞ്ഞ ആളുകൾക്ക് എന്താണ്, നമ്മൾ എന്തെങ്കിലും പറയാൻ ചെന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദേശിക്കാൻ ചെന്നാൽ അവർക്കത് കേൾക്കാനുള്ള മനസ്സുണ്ടാവും. ആ ഉപദേശം, നമ്മൾ കൊടുക്കുന്ന ഉപദേശത്തെക്കുറിച്ച് ചിന്തിച്ച് അതിൻ്റെ ആഴങ്ങളിൽ എത്തിച്ചേർന്ന് അത് വേണോ, അത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തിരിച്ചറിയാനുള്ള വകതിരിവും ഉണ്ടാവും. അതേസമയത്ത് രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളോട് ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്, ഒരു കാര്യം ഉപദേശിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അവർ മറ്റുള്ളവർക്കൊരു യാതൊരു പരിഗണനയും കൊടുക്കാത്ത ആളുകളാണ്, മറ്റുള്ളവരുടെ വാക്കുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത ആൾക്കാരാണ്. അതിനുമുണ്ട് ഒരു പഴഞ്ചൊല്ല്, എന്നെ തല്ലണ്ടമ്മാവ ഞാൻ നന്നാവൂല. അത് തന്നെ. എത്ര നമ്മൾ ഗുണദോഷിച്ചാലും എത്ര നേരായ മാർഗം കാട്ടിക്കൊടുത്താലും ചില ആളുകൾ അതൊന്നും സ്വീകരിക്കില്ല. അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കും. അപ്പോൾ അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന അനുഭവങ്ങളാണ് പിന്നീട് അവർക്കതൊരു പാഠമാവുന്നത്. അപ്പോഴാണ് അവർ ചിന്തിക്കുന്നത്, അയ്യോ അന്ന് അത് ചെയ്യരുതായിരുന്നു, അവർ പറഞ്ഞ വാക്ക് കേട്ടാൽ മതിയായിരുന്നു എന്നുള്ളത്. അപ്പൊ ഈ ആദ്യം കേൾക്കാത്തൊരു സാഹചര്യമുണ്ടല്ലോ, തന്നിഷ്ടം കാണിച്ച് നടക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെയുള്ള സമയത്ത് ഉപദേശിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നവരെ ഉപദേശിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പൊ ആ റിലേഷൻ ഒന്നും കൂടെ വഷളായി പോകത്തതേ ഉള്ളൂ. എന്താ പറയാ, തെളിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ തെളിക്കുക. ആ പോകുന്ന വഴി അവർ മനസ്സിലാക്കിക്കോളും ആ മുൻപ് പറഞ്ഞിരുന്ന കാര്യങ്ങൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തന്നെ പറഞ്ഞ കാര്യങ്ങളായിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഉപദേശത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഉപദേശം മഞ്ഞു പോലെയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വളരെ ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഈ മഞ്ഞിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? പതുക്കെ വീണാൽ അത് കൂടുതൽ സമയം നിലനിൽക്കും. നല്ല നമുക്ക് ഒരുപാട് നേരം അതിൻ്റെ ഒരു കൂളിങ് ഫീൽ ചെയ്യും, നമുക്കത് ആസ്വദിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഉപദേശവും. കുറേശ്ശെ നൽകിയാൽ അത് കൂടുതൽ സമയം നിലനിൽക്കുകയും അത് മനസ്സിനുള്ളിൽ ആഴ്ന്നിറങ്ങുകയും ചെയ്യും. ഒരാൾ അവിടെ ഇരിക്കുന്നത് കൂടെ കൂടെ പോയി ഉപദേശിച്ചാൽ അവർക്ക് നമ്മൾ ഒട്ടും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് എപ്പോഴും അവസരങ്ങൾ നോക്കി വേണം ഉപദേശിക്കാൻ, അവരുടെ സാഹചര്യം നോക്കി വേണം ഉപദേശിക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ പണിവാളും. ഉപദേശം എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മുടെ ജീവിതവുമായിട്ട് വളരെ കണക്റ്റഡ് ആണ് അല്ലേ? ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ എനിക്കാണെങ്കിലും പലരിൽ നിന്ന് ഉപദേശങ്ങൾ കേൾക്കാറുണ്ട്. പലരും എൻ്റെ അടുത്ത് വന്ന് ഉപദേശിക്കാറുണ്ട്, നീ ചെയ്യുന്നത് ശരിയല്ല, അല്ലെങ്കിൽ നീ അത് കറക്റ്റ് ചെയ്യണം, നീ ഇത് ഇങ്ങനെ ചെയ്താൽ നന്നാവും എന്നൊക്കെ.
അതുപോലെ തന്നെ നമ്മളും മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് ഉപദേശിക്കാറുണ്ട് അല്ലേ? അത് കൂടുതലും എങ്ങനെയായിരിക്കും, നമുക്ക് ഒരു കാര്യത്തിൽ നിന്ന് ഒരു അനുഭവം കിട്ടി, അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് അറിയാം എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് ഉപദേശിക്കാൻ ചെല്ലുന്നുള്ളൂ. അങ്ങനെ ചെല്ലാവൂ. എപ്പോഴും ഉപദേശിക്കുന്ന ആളുടെ ഉള്ളിലിരിപ്പും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മുടെ അടുത്ത് ഒരാൾ വന്ന് ഉപദേശിക്കുന്നെങ്കിൽ അയാൾ നമ്മുടെ നന്മയ്ക്കാണോ പറയുന്നത് എന്ന് മനസ്സിലാക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞു, അതിനുള്ള വിവേകം നമുക്കുണ്ടായിരിക്കണം. ഉപദേശങ്ങൾ കൊടുത്തും ഉപദേശങ്ങൾ കേട്ടും ഒക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതം. നല്ല രീതിയിൽ പോട്ടെ. അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേ ഉള്ളൂ. നെക്സ്റ്റ് വിഷയമായിട്ട് നാളെ വരാമെന്ന് പറയുന്നില്ല. അപ്പം തിരക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം മാക്സിമം നാളെ വരാൻ ശ്രമിക്കാം. കണ്ടിന്യൂസ്ലി വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. പോകുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. വീഡിയോസ് കണ്ടാൽ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ എല്ലാ വീഡിയോസും കാണണം, അതിൻ്റെ റിക്വസ്റ്റാണ്. അതുപോലെ മാക്സിമം നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് എനിക്ക് വേണം.